അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഈ ഓൺലൈൻ പ്രഭാഷണം എന്ന് പറയുന്നത് അത്ര പരിചിതമല്ലാത്തൊരു സംഭവമാണ്. ഈ മുന്നിൽ ആളുണ്ടാകുമ്പോൾ എന്താ സംസാരിക്കുന്നതിന് ഒരു ഗുണമുണ്ടല്ലോ, ഒരു സുഖമുണ്ടല്ലോ. എന്തായിരുന്നാലും ഇന്നത്തെ ഒരു നല്ല പരിപാടിയാണ്. റബീഉൽ അവ്വൽ, തിരുപ്പിറവിയുടെ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഒരു സന്തോഷം ഉൾക്കൊള്ളുന്ന മാസത്തില് വളരെ നല്ലൊരു പുസ്തകം, അത് അതിന്റെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും ദിവസങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ ആദ്യമായിട്ടും ബുക്ക് പ്ലസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രവാചകനിലേക്ക് ആളുകൾ പല രീതിയിൽ എത്തിച്ചേർന്നതായിട്ട് സഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയത് പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ന് നിലനിൽക്കുന്ന മത സാമൂഹിക വ്യവസ്ഥകളോടുള്ള വിയോജിപ്പ് അത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് പ്രകടമായത്. അതിനനുസരിച്ചുള്ള അവരുടെ അന്വേഷണമാണ് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് സൂചിപ്പിക്കുന്നതാണെന്ന് അറിയാലോ. അപ്പൊ ആ കാലത്തുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം അതിനുശേഷം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കൂടുതലായിട്ടും അടിമകളെ മോചിപ്പിക്കുക എന്നൊരു പ്രവർത്തനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാമൂഹിക ബോധം പ്രധാനമായിട്ടും അതുമായി കേന്ദ്രീകരിച്ചായിരുന്നു. മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അടിമത്വത്തോടുള്ള എതിർപ്പ് മുതലായിട്ടുള്ള സംഗതികൾ. അപ്പൊ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കഥ വേറൊന്നാണ്. അദ്ദേഹം പേർഷ്യയിലെ ഒരു പാർസി അല്ലെങ്കിൽ ഒരു സരതുഷ്ട്ര കുടുംബത്തിൽ ജനിക്കുന്നു. അതിനുശേഷം പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്, നിരന്തരമായി സഞ്ചരിക്കുന്നു. അങ്ങനെ അവസാനം പ്രവാചകനെ കുറിച്ച് കേൾക്കുകയും പ്രവാചകന്റെ അടുത്ത് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതൊരു ശരിക്കും പറഞ്ഞൊരു ആധ്യാത്മിക അന്വേഷണം, ഒരു സൂഫി യാത്രയുടെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു മാനം അതിനുള്ളതായിട്ട് കാണാൻ കഴിയും. മറുഭാഗത്ത് അദീ ഇബ്നു ഹാത്തിം ത്വായി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു തയ്യ് ഗോത്രത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ഒരു അന്വേഷണം ഉള്ള, കുറച്ചുകൂടി തത്വശാസ്ത്രപരമായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം. സംഭാഷണങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ആ ഒരു അന്വേഷണം അദ്ദേഹത്തെ പ്രവാചകനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത വഴികളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടി സ്വയം തന്നെ കുതിക്കുന്ന ഒരാളാണ്. അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പ്രവാചകനിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, വളരെ ആർജവമുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലക്ക് അവരെ സഹാബാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴേ നമ്മൾ കാണുന്നുണ്ട്. അവർ പ്രവാചകന്റെ പത്നിയായി മാറി. പിന്നീട് അതിനു മുമ്പ് തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകനിലേക്ക് എത്തുന്നത്, അന്ന് അനുഭവിക്കുന്ന, അന്നത്തെ ജാഹിലിയ വ്യവസ്ഥയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ചിന്ത കൊണ്ടാവാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയും. ആധുനിക കാലത്തും നമ്മളിപ്പോ മുസ്ലിം സമുദായം എന്നതിന് പുറത്ത് നിർത്തി കഴിഞ്ഞാൽ, പുറത്തുള്ള പലരും പ്രവാചകനെ സംബന്ധിച്ച്, പ്രവാചകന്റെ സന്ദേശത്തെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരും ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവാചകനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അവർ ചിലരൊക്കെ പ്രവാചകന്റെ അനുഗാതാക്കളായിട്ട്, ഇസ്ലാമിന്റെ ആളുകളായിട്ട് തന്നെ മാറുന്നു. ചിലരങ്ങനെയല്ല, പിന്നെ കുറച്ചുകൂടി അക്കാഡമിക്കലായിട്ടൊക്കെ പ്രവാചകനെ സംബന്ധിച്ച് പഠിക്കുന്നു. അങ്ങനെ ആ പഠിച്ച സംഗതികൾ, അറിഞ്ഞ സംഗതികൾ സത്യസന്ധമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കാറ്റഗറിയിലാണ് ആൻമേരി ഷിമ്മൽ എന്ന ഒരു ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖയായ ഓറിയന്റലിസ്റ്റ് എന്ന് വേണേൽ പറയാം. അവര് സൂഫി സാഹിത്യത്തിലും അതുപോലെ അറബി, പേർഷ്യൻ, ടർക്കിഷ്, ഉറുദു, സിന്ധി പോലുള്ള ഭാഷകളിലുമൊക്കെ വലിയ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അവര് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇൻഡോ മുസ്ലിം കൾച്ചർ വിഭാഗത്തിൽ പ്രൊഫസറാണ്. ഒരു എംപത്തറ്റിക് സ്കോളർഷിപ്പാണ് അവരുടേത്. അവര് സംഗതികളെ കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ വളരെ സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും അറിയാൻ ശ്രമിക്കുക എന്നൊരു ക്വാളിറ്റി
വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നവർ, ഒരു സ്ത്രീയായിരുന്നവർ എന്ന് കാണാൻ സാധിക്കും. അവരുടെ പുസ്തകമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ആൻഡ് മുഹമ്മദ് ഇസ് ഹിസ് മെസ്സഞ്ചർ എന്ന പുസ്തകം. അതിനൊരു ടാഗ്ലൈനും കൂടി ഉണ്ട്, ദ വെനറേഷൻ ഓഫ് ദ പ്രൊഫറ്റ് ഇൻ ഇസ്ലാമിക് പൈറ്റി എന്ന ഒരു ടാഗ്ലൈനും കൂടി ആ പുസ്തകത്തിനുണ്ട്. പിന്നെ അത് എ പി കുഞ്ഞാമുവാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. നല്ല വിവർത്തനമാണ്. കുഞ്ഞാമുക്ക ഒന്നാം തരം വിവർത്തകനാണ്. അദ്ദേഹം മാൽക്കം എക്സ് ഇതിനു മുമ്പ് വിവർത്തനം ചെയ്തതൊക്കെ നല്ലൊരു പ്രൗഢമായ ഭാഷയാണ്. അപ്പൊ അതിലിപ്പോ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഒറിജിനൽ അതിന്റെ പേര് ബയോഗ്രഫിക്കൽ ആൻഡ് ഹഗിയോഗ്രഫിക്കൽ നോട്ട്സ് എന്നാണ്. അതിന് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രവാചകൻ വേദങ്ങളിലും ജീവചരിത്രങ്ങളിലും എന്നാണ്. ഈ വിവർത്തനം എത്രത്തോളം ആ ഒരു ഒറിജിനൽ ടൈറ്റിലിനെ പിന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ ഈ വേദങ്ങളിലും ഞാൻ ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഈ പരിപാടി ഏൽപ്പിച്ചപ്പോഴാണ് ആൻമേരി ഷിമ്പലിന്റെ ഈ പുസ്തകം ഞാൻ മലയാളത്തിലാണ് ആദ്യം വായിച്ചത്, ഇംഗ്ലീഷിൽ പിന്നീട് സംഘടിപ്പിച്ച് വായിച്ചതാണ്. അപ്പൊ അതൊരു ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട്. അപ്പോ അതില് പിന്നെ ഈ പെട്ടെന്ന് ഈ ഇപ്പം ഷാക്കിറിനൊക്കെ വിഷയം തന്നപ്പോഴും പ്രവാചകൻ വേദങ്ങളിലും, അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ നമ്മുടെ ഒരു ദേവാ രീതിയുണ്ട്. പൂർവ്വവേദങ്ങളിലുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പെട്ടെന്ന് ചിന്തിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ അതിന് ചെറിയൊരു പ്രശ്നം. അത് ഒരുപക്ഷെ ചിലത് അങ്ങനെയാണ്, ഈ പിന്നെ വിവർത്തനത്തിന് വഴങ്ങൂല. ഇപ്പൊ ഈ ഹഗിയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ അതിനെന്താ ഇപ്പൊ മലയാളം കൊടുക്കാന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കാം പിന്നെ വേദങ്ങളിലും എന്നുള്ളൊരു പദം അതിൽ ചേർത്തിട്ടുണ്ടാവും. അപ്പൊ ചില വാക്കുകൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഇതുപോലെ തന്നെ കുഞ്ഞാമുക്കാനെ പോലെ തന്നെ വളരെ പ്രൗഢമായിട്ട്, വളരെ നന്നായിട്ട്, വളരെ ഗഹനമായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അലിയാസിദ് ബുഗോവിച്ചിന്റെ. അത് ഇസ്ലാം രാജമാർഗം എന്ന പേരിലാണ് വിവർത്തനം വന്നത്. അതിന്റെ ഭാഷ വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ ചില വാക്കുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞാനത് മലയാളമാണ് ആദ്യം വായിച്ചത്. ഞാനത് ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അശുദ്ധമായ വിശുദ്ധി എന്നൊരു പ്രയോഗമുണ്ട്. അശുദ്ധമായ വിശുദ്ധി എനിക്കിത് മനസ്സിലായിട്ടില്ല, ഇതെന്താ സംഭവം വായിച്ചിട്ടും മനസ്സിലായില്ല. കാരണം അത് തലക്കെട്ട് അങ്ങനെ ഒരു ഉപശീർഷകം അങ്ങനെയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും അതിൽ പറയുന്നില്ല. പിന്നീട് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ അതിലുള്ളത് ഹോളി അൺക്ലെൻലിനെസ് എന്നാണ്. ഈ ക്ലെൻലിനെസ്സും ഹോളിനെസ്സും രണ്ടാണ്. അപ്പൊ ഇതെങ്ങനെയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളൊരു പ്രശ്നവും കൂടെ ഉണ്ട് യഥാർത്ഥത്തില്. അപ്പൊ അങ്ങനെ വരുന്ന ചില കൺഫ്യൂഷൻസ് അത് ഈ തലക്കെട്ടിലും ചിലപ്പോഴും ഉണ്ടായേക്കും, ഈ മലയാള തലക്കെട്ടിലും. ഇപ്പൊ ബയോഗ്രഫിക്കൽ ആൻഡ് ഹഗിയോഗ്രഫിക്കൽ നോട്ട്സ്. ഹഗിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ പിന്നെ ഒരു എന്താ പറയുക, മിത്തിഫൈഡ് അപദാനങ്ങളാണ്. മിത്തുവൽക്കരിക്കപ്പെട്ട സ്വഭാവത്തിൽ, അല്ലെങ്കിൽ മിത്തുവൽക്കരിക്കപ്പെട്ടെന്ന് തോന്നുന്ന സ്വഭാവത്തിൽ, അത് മിത്തുവൽക്കരിക്കപ്പെട്ട തന്നെ ആവണമെന്നില്ല, അങ്ങനെ തോന്നുന്ന സ്വഭാവത്തിലുള്ള അപദാനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഹഗിയോഗ്രഫി എന്ന് പറയുക. അപ്പൊ ഇതില് രണ്ട് സംഗതികൾ ചേർന്ന് വരുന്നുണ്ട്, ബയോഗ്രഫിക്കൽ ആൻഡ് ഹഗിയോഗ്രഫിക്കൽ നോട്ട്സ് എന്നാണ്. അപ്പൊ ഹിസ്റ്ററി ആൻഡ് ഹഗിയോഗ്രഫി, അതായത് ചരിത്രപരമായ വസ്തുതകൾ, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒരു ഭാഗത്ത്, മറുഭാഗത്തുള്ളത് ഭക്തിസാന്ദ്രമായ ആഖ്യാനങ്ങളാണ്. അതിനെയാണ് നമ്മൾ ഇപ്പോൾ ഡിവോഷണൽ ലോർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹഗിയോഗ്രഫി എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ അക്കാഡമിക്കൽ ആയിട്ടുള്ള ഒരു പ്രവാചക ജീവചരിത്രം വായിക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് മാത്രം പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോവുക. അതേസമയം ഒരു വിശ്വാസി പ്രവാചകനെ കുറിച്ച് എഴുതുമ്പോൾ അവിടെ ഈ ഡിവോഷണൽ ലോർ എന്ന് പറയുന്ന ഒരു ആശയമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വശമായിരിക്കും കൂടുതൽ മുന്തി നിൽക്കുക. അതേസമയം ഇത് രണ്ടിന്റെയും ഒരു സമന്വയം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആൻമേരി ഷിമ്പലിനെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കുന്നത്, അവരത് പറയുന്നുണ്ട്, മുസ്ലിം മനസ്സിൽ പ്രവാചക ബിംബത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഇത് രണ്ടും ഒരേ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ്. കേവലം ഭക്തിസാന്ദ്രമായ കഥകളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഹിസ്റ്ററിയും അതിന് വളരെ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള അനുപാതത്തിൽ തന്നെ അതിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യാത്മക ബന്ധം രൂപപ്പെടുന്നു എന്ന് വേണേൽ പറയാം. അത് രണ്ടും തമ്മിലൊരു ഡയലക്ട്രിക്കൽ റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ പ്രവാചകനെ കുറിച്ചുള്ള കഥകൾ, ഹഗിയോഗ്രഫി എന്ന് പറയുമ്പോൾ അതാണല്ലോ, ഈ പല നമ്മൾ വിശ്വാസികൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഫെയ്ത്തിന്റെ ഒരു ലോജിക് ഉണ്ട്, ഫെയ്ത്തിന്റെ ലോജിക്ക് വെച്ച് മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കുറെ സംഭവങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ പറയും. പിന്നെ അപ്പൊ ആ കഥകൾ നോക്കുമ്പോഴും അതില് പിന്നെ ഇപ്പൊ ചെറുപ്രായത്തില് ഇപ്പം പിന്നെ പ്രവാചകൻ ജനിച്ചപ്പോഴുള്ള സംഭവം അതൊക്കെ ആൻമേരി ഷിമ്പൽ പറയുന്ന സംഗതികളാണ്. കുറെയൊക്കെ പിന്നെ ഇതിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റേതായിട്ടുള്ള പിന്നെ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ആൻമേരി ഷിമ്പൽ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, പ്രവാചകൻ ജനിച്ചപ്പോൾ പിന്നെ ഈ കിസ്രയുടെ പേർഷ്യൻ കൊട്ടാരത്തിന്റെ തൂണുകൾ കുലുങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ മജൂസികളുടെ ക്ഷേത്രത്തിലെ തീ കെട്ടുപോയി എന്ന് പറയുന്നുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടാണ്, പിന്നെ അത് സ്വീകാര്യമായിട്ടുള്ള റിപ്പോർട്ടാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ വേറൊരു വിഭാഗം അങ്ങനെയൊന്നുമില്ല, അതിന്റെ സനതൊന്നും ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ടുള്ള നിലപാടുകളാണ്. ഇതിനെ സംബന്ധിച്ച് ഇനിയിപ്പോ അങ്ങനെയല്ല, ആ ഒരു വിശ്വാസം വെച്ച് പുലർത്താതിരിക്കെ തന്നെ, അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്താതിരിക്കെ തന്നെ ഈ കഥകൾ പ്രധാനമാണ് എന്നൊരു ചിന്തയിലേക്ക് പോവുകയും ചെയ്യാം. കാരണം അവിടെ ഈ ഹഗിയോഗ്രഫി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അത് വരിക. ഇപ്പോ പ്രവാചകൻ പിറന്നപ്പോൾ അതേ സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ടായാലും കഥയായാലും അതിൽ പറയുന്ന വെച്ചാൽ ഒന്ന്, പിന്നെ മജൂസികളുടെ ക്ഷേത്രത്തിൽ തീ കെട്ടു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നടപ്പാക്കാനിരിക്കുന്ന മതപരമായ വിപ്ലവത്തിന്റെ ഒരു അടയാളമാണത്. മതപരമായ വിപ്ലവത്തിന്റെ, ആധ്യാത്മികമായിട്ടുള്ള ഒരു വിപ്ലവത്തിന്റെ ഒരു അടയാളമാണത്. അതേസമയം തന്നെ പ്രവാചകൻ ജനിക്കുമ്പോൾ കിസ്രയുടെ കൊട്ടാരം കുലുങ്ങുന്നത് എന്തിനാ? കിസ്രയുടെ കൊട്ടാരം കുലുങ്ങുന്നത് വെച്ചാൽ അന്നത്തെ വലിയൊരു ഏകാധിപത്യമാണ്, സാമ്രാജ്യമാണ് യഥാർത്ഥത്തിൽ കിസ്ര എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കിസ്ര, പേർഷ്യൻ സാമ്രാട്ടിന്റെ കൊട്ടാരം കുലുങ്ങുന്നു എന്ന് പറഞ്ഞാൽ, തൂണുകൾ കുലുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകൻ പിന്നെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു സാമൂഹിക വിപ്ലവമുണ്ട്. ഇങ്ങനെ ഈ രണ്ട് റെവല്യൂഷൻ, ഒന്ന് ഒരു ഭാഗത്തുള്ള ഒരു സ്പിരിച്വൽ റെവല്യൂഷനും മറുഭാഗത്ത് പ്രവാചകൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു സോഷ്യൽ റെവല്യൂഷനും, ഇത് രണ്ടിനെയും പരാമർശിക്കുന്ന സ്വഭാവത്തിലുള്ള കഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവദാനമാണ്. ഹഗിയോഗ്രഫി എന്ന് തന്നെ പറയാം, അത് അക്കാഡമിക് ഭാഷയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു പിന്നെ സംഭവമാണത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് ഒരു അക്കാഡമിക് എന്ന നിലക്ക് അങ്ങനെ അതിനൊരു പോസിറ്റീവായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഷിമ്മലിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ആ ഒരു ചാപ്റ്ററിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വേറെ ചില സംഗതികളും കൂടെ പൊതുവായിട്ട് പറയേണ്ടതുണ്ട്. അതായത് പിന്നെ ഇവരുടെ വീക്ഷണത്തിന്റെ, ഈ ഓറിയന്റലിസ്റ്റുകളുടെ ഇസ്ലാം പഠനത്തിന് പൊതുവായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. ഒന്ന്, ഈ പാശ്ചാത്യ വീക്ഷണവും ഇസ്ലാമിക പാരമ്പര്യവും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ മധ്യകാല യൂറോപ്പിന് ചില മുൻവിധികൾ ഉണ്ടായിരുന്നു ഇസ്ലാമിനെ സംബന്ധിച്ച്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മധ്യകാല ക്രിസ്ത്യൻ ലോകം ഒരു ഫോൾസ് പ്രോഫറ്റ് ആയിട്ടാണ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഒരു വ്യാജ വിഗ്രഹം. മഹൗണ്ട് എന്നൊരു വാക്ക് തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. മഹൗണ്ട്, അത് ഇവരുടെ പിന്നെ ഈ അവരെ ഈ മിസ്റ്റിക് നാടകങ്ങളിലും അതുപോലെയുള്ള പാട്ടുകളിലും ഒക്കെ ആ പ്രയോഗം, ആ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ലിറ്ററേച്ചറിൽ തന്നെ ആ വാക്ക് ഉപയോഗിച്ചിട്ട് മഹൗണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് എന്നതിന്റെ ഒരു ലിംഗ്വിസ്റ്റിക് കറപ്ഷൻ ആണ്. അത് ഒരു വികൃതമായിട്ടുള്ള ഒരു ഭാഷോച്ചാരണം. പക്ഷെ അതേസമയം നോട്ട് ഓൺലി എ ലിംഗ്വിസ്റ്റിക് കറപ്ഷൻ, അത് ഒരു ഡെമനൈസ്ഡ് കൺസ്ട്രക്റ്റും കൂടിയാണ്, ഒരു ദുർഭൂതത്തെ സൃഷ്ടിക്കുകയാണ്. മഹൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു പരിവേഷം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അതൊരു അലിനേഷന്റെ, ഒരു അപരവൽക്കരണത്തിന്റെ പരിവേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ദുർമൂർത്തിയുടെ, ഒരു ഡെമന്റെ പിന്നെ പരിവേഷമാണ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഇമേജാണ് മധ്യകാല യൂറോപ്പ്, പ്രത്യേകിച്ച് ക്രൂസൈഡുകളൊക്കെ തുടർന്ന് പിന്നെ മധ്യകാല യൂറോപ്പ് പ്രവാചകനെ സംബന്ധിച്ച് സൃഷ്ടിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം മിക്കവാറും അന്നത്തെ ആംഗ്ലോ നോർമൻ, മിഡിൽ ഇംഗ്ലീഷ്, അതുപോലെ ഓൾഡ് ഫ്രഞ്ച് സാഹിത്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ മാത്രമല്ല ഒരു അൺഹോളി ട്രിനിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. അതായത് പിന്നെ ക്രിസ്ത്യൻ ട്രിനിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു തിയോളജി ഉണ്ട്, അല്ലെ നേരെ ഓപ്പോസിറ്റ് വരുന്ന തരത്തിൽ ഒരു അൺഹോളി ട്രിനിറ്റി, ഒരു സാറ്റനിക് ട്രിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതില് പിന്നെ ഈ ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് ഡിവൈൻ ട്രിനിറ്റി. അതേസമയം സാറ്റനിക് ട്രിനിറ്റി എന്ന് പറയുന്നത് ഒന്ന് മഹൗണ്ട് എന്ന് പറഞ്ഞാൽ പൂജാവിഗ്രഹമാണ്. അതിനെയാണ് മുസ്ലിങ്ങൾ, മുഹമ്മദൻസ് ആരാധിക്കുന്നത് എന്ന് പോലും അവർ ആ കാലത്ത് കരുതിയിരുന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ മഹൗണ്ട്, അതുപോലെ അപ്പോളിയോൺ, ടെർമഗന്റ് എന്ന് പറയുന്ന മൂന്ന് പിന്നെ ദുർമൂർത്തികളെ വെച്ചുകൊണ്ടുള്ള ഒരു ട്രിനിറ്റിക്ക് പോലും രൂപം കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് മധ്യകാല യൂറോപ്യൻ മുൻവിധികൾ പ്രവാചകനെ സമീപിച്ചത് എന്നുള്ളതാണ്. ആധുനിക പാശ്ചാത്യ സമീപനത്തിലാണെങ്കിൽ പിന്നീട് വന്ന ചരിത്രകാരന്മാര് അദ്ദേഹത്തെ പലപ്പോഴും വെറും ഒരു രാഷ്ട്രീയ സാമൂഹിക നേതാവായിട്ട് ഒതുക്കുന്നതായിട്ടും കാണാൻ കഴിയും. എന്നാൽ ഷിമ്മലിനെ സംബന്ധിച്ചിടത്തോളം ഷിമ്മൽ അതിന് വലിയൊരു തിരുത്ത് വരുത്താണ്. ഷിമ്മൽ പറയുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രവാചകനെ കണ്ടത്, ഇത് വളരെ പ്രധാനമാണ്. കാരണം ഒരു 1.5 സഹസ്രാബ്ദങ്ങളായിട്ട് മുസ്ലിം ജീവിതത്തെ നിർണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണല്ലോ യഥാർത്ഥത്തിൽ പ്രവാചകന്റേത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ പഠിക്കണമെങ്കിൽ ശരിക്കും മുസ്ലിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹഗിയോഗ്രഫിയും ഹിസ്റ്ററിയും എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്, അതിനെ അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഇമേജ് സൃഷ്ടിക്കുന്നത് എന്നതാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇത് 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ അവർ പറയുന്നത് ഒരു സംഗതി അതാണ്. പിന്നെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എങ്ങനെയാണ് പ്രവാചകനെ അടയാളപ്പെടുത്തിയത് എന്നുള്ളൊരു വിഷയം, ഇത് മനസ്സിലാക്കാതെ ഇസ്ലാമിക സംസ്കാരത്തെ ഗ്രഹിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് എന്നിട്ട് ഓരോന്നിലും ഇപ്പൊ സീറ ട്രഡീഷന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് ഹഗിയോഗ്രഫിയുടെ വികാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഓരോ പരികല്പനയുടെയും അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചും അതിന്റെ മീനിങ്ങിനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനന സമയത്തുണ്ടായിട്ടുള്ള അടയാളങ്ങൾ. അതുപോലെ പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഹലീമ ബീവിയുടെ കുതിര, പിന്നെ ഈ വളരെ അവശനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കുതിര കുഞ്ഞിനെ ഏറ്റുവാങ്ങിച്ചിട്ട് തിരിച്ചു പോകുമ്പം അതിവേഗത്തിൽ ഓടി എന്നാണ് പറയുന്നത്. വളരെ അവശനായിട്ട് പിന്നെ ക്ഷീണിച്ച് വന്നിരുന്ന കുതിര. കാരണം അവരൊരു വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വരുന്ന ഹലീമ ബീവിയും കുടുംബവും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കുതിര പിന്നെ അതിശീഘ്രം ഓടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അതിനുശേഷം ഹലീമ ബീവിയുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള ഒരു സമൃദ്ധിയെ സംബന്ധിച്ച് ഇതിനൊക്കെ ഈ തരം ആഖ്യാനങ്ങളുടെയൊക്കെ ലോജിക്ക് വളരെ കൃത്യമായിട്ട് ആ അധ്യായത്തിൽ അവർ പറയുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചില പ്രയോഗങ്ങൾ, ഇപ്പൊ ഉമ്മിയ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ് എന്നാണല്ലോ പറയാ. അപ്പോ ഒരു അൺലെറ്റേർഡ് പ്രോഫറ്റ്. എന്തുകൊണ്ട് പ്രൊഫറ്റ് അൺലെറ്റേർഡ് ആയി? ഇതിന് വളരെ രസകരമായിട്ട് അവരത് പറയുന്നത് വെച്ചാൽ, നിർമ്മലമായ ഒരു പാത്രം, അതായത് ഒന്നും ഈ ഒരു യാതൊരു തരത്തിലും പിന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പിന്നെ മലീമസമായിട്ടില്ലാത്ത, മലിനപ്പെട്ടിട്ടില്ലാത്ത, വളരെ നിർമ്മലമായിട്ടുള്ള ഒരു പാത്രം, ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണ വിശുദ്ധിയിൽ അങ്ങനെ ഒരു പാത്രത്തിലേക്കാണ് ഇറങ്ങേണ്ടത് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ ഓരോ പിന്നെ സങ്കല്പത്തെ സംബന്ധിച്ചും ഓരോ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും വളരെ പിന്നെ താത്വികമായിട്ടുള്ള, അതോടൊപ്പം തന്നെ സൗന്ദര്യശാസ്ത്രപരവുമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. അതിലൂടെ അപ്പൊ അതുപോലെ മിറാജിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഷോട്ട് നമുക്ക് കിട്ടും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ പിന്നെ ആ ഒരു 23 കൊല്ലക്കാലത്തെ പ്രബോധന ജീവിതത്തിന്റെ ഒരു ഷോട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമീപനമാണ് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഡയലക്ടിക്സ് അതിൽ കാണുന്നുണ്ട്. ചരിത്രകാരന്മാർ വസ്തുതകളെ മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ വിശ്വാസി സമൂഹം പ്രവാചകനിലൂടെ തേടുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തെയും പ്രപഞ്ച രഹസ്യങ്ങളെയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഹിസ്റ്റോറിക്കൽ മുഹമ്മദ് ഉണ്ട്, മറുഭാഗത്ത് ഒരു ഫെയ്ത്ത് റിലേറ്റഡ് മുഹമ്മദ് ഉണ്ട്. ഇതിന്റെ ഒരു ഡയലക്ടിക്സ്, ഇത് മുസ്ലിം അനുഭവത്തിൽ ഇത് പരസ്പര വിരുദ്ധമല്ല. സാധാരണ ഒരു അക്കാഡമിക് വീക്ഷണത്തിൽ ഇത് രണ്ടും തമ്മിൽ ചേരൂല. നമുക്ക് തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ ഈ ലോജിക് എന്ന് പറയുന്നതും മറുഭാഗത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നാൽ അങ്ങനെ ഷിംബൽ പറയുന്നത് മുസ്ലിം അനുഭവത്തിൽ ഇതൊന്നും പരസ്പരം വിരുദ്ധമല്ല. ഇതിനൊക്കെ യോജിപ്പിക്കുന്ന, ഇതിനൊക്കെ സംയോജിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സമന്വയ തത്വം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതത്തിലും വിജ്ഞാനത്തിലും അതിന്റെ എപ്പിസ്റ്റമോളജിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് പിന്നെ അൻവരി ഷിംബൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അവര് അതിന്റെ സ്രോതസ്സുകളെ, പ്രവാചക ജീവചരിത്രത്തിന്റെ സ്രോതസ്സുകളെ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, വളരെ കൃത്യതയോടുകൂടി. ഒരു കണക്കിന് പറഞ്ഞാൽ, പിന്നെ ഞാൻ പറയുന്നത് കൃത്യമാണോ എന്നറിയില്ല, ഇത്രയധികം ജീവചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ചരിത്ര പുരുഷൻ ഉണ്ടാവില്ല. ഇത്രയേറെ ജീവചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലം മുതൽക്ക് തന്നെ ആ ജീവചരിത്രം രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ്. കാരണം ഹദീസുകളൊക്കെ ഒരർത്ഥത്തിൽ അതാണല്ലോ. എന്ന് പറയുമ്പോൾ ഹദീസുകളെ കൂടി ആ ജീവചരിത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ട് സീറയും ഹദീസും ഒക്കെ രണ്ടാണ്. എന്നിരുന്നാൽ പോലും അതിനെപ്പോലും നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും സൂക്ഷിച്ചു നോക്കുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതൊരു പരമ്പരയായിട്ട്, അതൊരു ഇസ്നാദായിട്ട്, ചെയിൻ ഓഫ് ട്രാൻസ്മിഷനായിട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ അതിന് വേറെ പിന്നെ എന്താണ് സമാനതകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയേറെ ജീവചരിത്രങ്ങൾ പ്രവാചകനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ സമാന്തരമായിട്ട് വികസിച്ചു വന്നിട്ടുള്ള ഒരു വിജ്ഞാന ശാഖ തന്നെ ഇൽമുൽ റിജാൽ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക പിന്നെ വിജ്ഞാനത്തിലുണ്ട്. അത് ഈ ബയോഗ്രഫിക്കൽ ഇവാലുവേഷൻ എന്നാണ് പറയാം. അപ്പൊ ഓരോരുത്തരും എന്നിട്ട് അതിനെ തൊബക്കാത്താക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്, ഓരോ തട്ടുകളാക്കിയിട്ട് ഓരോരുത്തരുടെയും പിന്നെ ഗ്രേഡ് എത്രത്തോളം ഒരാളെ അവലംബിക്കാം എന്നതിൽ അതിൽ പോലും അത്രയും സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിലിംഗ് ആണ് പ്രവാചകന്റെ ജീവചരിത്രങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അത് വ്യത്യസ്ത സ്വഭാവത്തിലാണ്. ഇപ്പൊ അതിനൊക്കെ ഈ ക്ലാസിക്കൽ ക്രോണിക്കിളുകളാണ്. പിന്നെ പഴയ ഇപ്പൊ ഇബ്നു ഇസ്ഹാഖ് ആയാലും അതുപോലെ ഇബ്നു ഹിഷാം മുതൽക്ക് ഇബ്നു കസീർ വരെയുള്ള ആളുകളുടെ ഒക്കെ അതൊക്കെ ക്ലാസിക്കൽ ക്രോണിക്കിളുകളായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, വേറൊരു ഭാഗത്ത് കാവ്യാത്മകമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള പ്രവാചക ജീവചരിത്രമാണ് ഖസീദത്തുൽ ബുർദ. ഇമാം ബൂസിരി അത് എഴുതിയിട്ടുള്ളത് ഒരു സൗന്ദര്യശാസ്ത്ര വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ അതോടൊപ്പം നല്ലൊരു സ്പിരിച്വൽ വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. സ്പിരിച്വാലിറ്റിയും എസ്തെറ്റിക്സും കൂടി ഒരുമിച്ച് നിൽക്കുന്ന മാർട്ടിൻ ലിക്സിന്റെ, ഏറ്റവും പുതിയ കാലത്ത് മാർട്ടിൻ ലിക്സിന്റെ മുഹമ്മദ് ഹിസ് ലൈഫ് ബേസ്ഡ് ഓൺ ഏർലിയസ്റ്റ് സോഴ്സസ് എന്ന് പറയുന്ന പുസ്തകം, അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും അതിന് ആ ഒരു സമീപനത്തിന് ഉദാഹരണമാണ്. ചിലർ ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലക്ക് അതുപോലെ ഒരു വിപ്ലവകാരി എന്ന നിലക്ക് പ്രവാചകനെ സമീപിച്ചിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ
പിന്നെ ഗോത്രവർഗ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ മൊത്തം മാറ്റിമറിച്ചിട്ടുള്ള ഒരു സാമൂഹിക വിപ്ലവകാരിയായിട്ട്, ഒരു സോഷ്യലിസ്റ്റ് ആയിട്ട്, ഒരു സമത്വവാദിയായിട്ട്, പിന്നെ അതുപോലെ അടിമകളുടെയും സ്ത്രീമകളുടെയും വിമോചകനായിട്ടൊക്കെ പ്രവാചകനെ വായിച്ചിട്ടുള്ള മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തും. ഇപ്പൊ ഉദാഹരണത്തിന് മാക്സിം റോഡിൻസന്റെ മുഹമ്മദ് എന്ന പുസ്തകം. മാക്സിം റോഡിൻസൺ മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു വിശ്വാസിയല്ല, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സമീപനം എല്ലാത്തിലും വെച്ച് പുലർത്തുന്ന ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പക്ഷേ ഈ പിന്നെ സമീപനം എന്ന് പറയുന്നത്, അദ്ദേഹം പ്രവാചകനെ അവതരിപ്പിക്കുന്നത് ഒരു പരിഷ്കർത്താവായിട്ടും വിപ്ലവകാരിയായിട്ടുമാണ് എന്ന് കാണാൻ സാധിക്കും. അലി ശരീഅത്തി പിന്നെ ദി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന്റെയും ഒരു മാനം ഏതാണ്ട് ആ ഒരു ലെവലിൽ നിന്നാണ് താരിഖ് റമദാന്റെ ഒരു പുസ്തകം ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി പ്രോഫറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകവും പ്രത്യേകിച്ച് ഈ സാമൂഹികമായിട്ട് പ്രവാചകൻ വരുത്തിയിട്ടുള്ള പരിവർത്തനങ്ങളിലാണ് ഊന്നുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി വേറെ ചില ആളുകളാണെങ്കിൽ ഈ രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ ഒരു സ്റ്റേറ്റ്മാൻ എന്ന നിലക്ക് പ്രവാചകനെ സമീപിച്ചിട്ടുള്ള ഈ മദീന ഭരണഘടനയും പിന്നെ അതുപോലെ രാഷ്ട്ര നിർമ്മാണം, ഉടമ്പടികൾ, ഉദൈബിയ സന്ധി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വൈദഗ്ധ്യം, ആ ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ധാരാളം പിന്നെ ജീവചരിത്രങ്ങളും കാണാൻ സാധിക്കും. ഇപ്പൊ മോൺഗോമറി വാട്ടിന്റെ കൃതികൾ, മോൺഗോമറി വാട്ട് ആ ഒരു സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാധനം പ്രൊഫറ്റ് മുഹമ്മദ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ, പുസ്തകത്തിന്റെ പേരിന്റെ അതാണ്. മുഹമ്മദ് പിന്നെ പ്രൊഫറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ, അതുപോലെ മുഹമ്മദ് അറ്റ് മക്ക, മുഹമ്മദ് അറ്റ് മെദീന എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അമീദുള്ളയുടെ ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ ആ ഒരു ഇനത്തിലാണ്. അതുപോലെ സംഘാടകൻ എന്ന നിലക്ക്, പിന്നെ അതുപോലെ ഫിലാൻഡ്രോപ്പിക്കൽ ആയിട്ടുള്ള വായനയുണ്ട്, പ്രബോധകൻ എന്ന നിലക്കുള്ള വായനയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, അങ്ങനെ അതൊക്കെ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ജീവിതം ജീവിച്ചു എന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ആംഗിളുകളിലുള്ള പ്രവാചക ജീവചരിത്രങ്ങൾ സാധ്യമാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അൻവരി ഷിമ്മലിന്റെ പുസ്തകത്തിൽ ഒരു പരിധിവരെ ഈ പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ആ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുക. അവര് ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ചെറുപ്പം, പാരമ്പര്യം, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ. അതുപോലെ വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നു, ഖദീജയെ സംബന്ധിച്ച്, ഖദീജ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അവർ പറയുന്ന പിന്നെ ഒരു ഈ ആളുകൾ പ്രകീർത്തിച്ചിട്ടുള്ളതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു ഖദീജ ഗ്രേറ്റ് ആൻഡ് പ്യൂർ മദർ, ഡിയറർ ടു അസ് ദാൻ അവർ ഓൺ മദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകന്റെ വിവാഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതിനൊക്കെ പശ്ചാത്തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പരമ്പരാഗത പിന്നെ അന്നത്തെ അറബികളുടെ പരമ്പരാഗത മതത്തെ സംബന്ധിച്ച്, അതുപോലെ ഈ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ചും അതിന്റെ ഒരു ഹിസ്റ്ററി, ഇതൊക്കെ അതിൽ പിന്നെ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരതിൽ പറയുന്നുണ്ട് അറബികളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഹുനഫ, ഇത് ഖുർആനിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹുനഫ. അത് പ്രധാനമായും എന്ന് പറഞ്ഞാൽ ഈ ഹനീഫികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മനസ്സിലാക്കേണ്ടത്, എത്ര കടുത്ത ജാഹിലിയ കാലത്താണെങ്കിലും ചെറിയൊരു വിഭാഗം, പിന്നെ വൽതക്കും മിൻകും ഉമ്മത്തും യദൂന ഇലൽ ഖൈർ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെയാണ്. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചെറിയ വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഏതൊരു കെട്ടകാലത്തും ഒരു ചെറിയൊരു വിഭാഗം. ഇപ്പൊ നമ്മള് ഈസാ നബി അലൈഹി സ്വലാമയുടെയും യഹിയ നബി അലൈഹി സ്വലാമയുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന്റെ രേഖകൾ മുഴുവൻ പിന്നെ ഈ ജൂതോ ക്രിസ്ത്യൻ റെക്കോർഡ്സ് ആണല്ലോ നമുക്കതിന് കിട്ടുക. അപ്പൊ അതില് ജോൺ ദി ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാനും യേശു ക്രിസ്തുവും, ഇവർ അംഗങ്ങളായിരുന്ന ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുന്നത് എസ്സീനിയർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അന്ന് യഹൂദര് 3 വിഭാഗമാണെന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണഗതിയിൽ സദൂക്യരും ഫിരിസേയരും. സദൂക്യര് കുറച്ച് കലാപകാരികളും ഭൗതികവാദികളുമാണ്. അതേസമയം ഫിരിസേയര് ട്രഡീഷണൽ മതവിശ്വാസികളാണ്. അവരുടെ പിന്നെ ഒരു എല്ലാ യാഥാസ്ഥിതിക പാരമ്പര്യവും വംശീയതയും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള, പ്രവാചകന്മാരെ അടിക്കടി എതിർത്തിട്ടുള്ള ആളുകളാണ് ഫിരിസേയര്. പക്ഷെ ജൂതമതം എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അതേസമയം ഇതിൽ നിന്ന് ഭിന്നമായിട്ട് അബ്രഹാമിക് പാത്ത്, ഇബ്രാഹിമി മില്ലത്ത് എന്ന് നമ്മൾ പറയുന്ന അബ്രഹാമിന്റെ വഴി പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരാണ് എസ്സീനിയർ എന്ന് പറയാം. അവര് ഒരു തരത്തിലുള്ള ആധിപത്യത്തെയും കീഴ്വണങ്ങാതെ നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഈസാ നബി അലൈഹി സ്വലാമയും യഹിയ നബി അലൈഹി സ്വലാമയും എന്ന് പലരും പറയുന്നുണ്ട്. ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറേബ്യയിൽ മക്കത്ത് ജാഹിലിയ കാലത്ത് തന്നെ ഹുനഫ, ഹനീഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ വറഖത്ത് ഇബ്നു നൗഫലൊക്കെ. വറഖത്ത് ഇബ്നു നൗഫൽ മതവിശ്വാസം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയും. അദ്ദേഹം ഒരു എബിയോണൈറ്റ് ആണ്. ആക്ച്വലി ഒരു ആന്റി ട്രിനിറ്റേറിയൻ സ്ട്രീമാണ് എബിയോണൈറ്റ് എന്ന് പറയുന്നത്. ത്രിത്വ വിശ്വാസമില്ലാത്ത, ഏകദൈവ വിശ്വാസം പുലർത്തുന്ന പഴയ യെരുശലേം ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം പിന്തുടരുന്ന വിഭാഗത്തെയാണ് എബിയോണൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഭാഗം ഇപ്പോഴില്ല. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നെ കസിൻ ആണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഹുനഫ,
ഹനീഫി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ ഹുനഫ എന്നുള്ള പദം തന്നെ ഖുർആൻ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഖുർആൻ അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹനീഫ് എന്നുള്ള വാക്ക്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ അനുഗാതാക്കളിലും മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഹുനഫായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ വിശേഷണം വരുന്നു. അപ്പൊ ഹനീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു അബ്രഹാമിക് പാത്ത്, ആ ഒരു അബ്രഹാമിക് ട്രഡീഷൻ, അതിന്റെ ഒരു വിപ്ലവത്തെ സംബന്ധിച്ചുള്ള സൂചനയും പിന്നെ ആൻമരി ഷിംബൽ ഇതിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരും ഈ യൂതോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് പകർത്തിയതാണ് ഖുർആനിലെ പല കഥകളും എന്നൊരു പിന്നെ വാദം മുന്നോട്ട് വെക്കാറുണ്ട്. ആ വാദത്തെയും ഇവർ അഡ്രസ് ചെയ്യുന്നു. അതിനെ വളരെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട്, വിശദമായ പഠനങ്ങളിലൂടെ ഒന്നുമല്ല, സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് അതിനൊക്കെ നിരാകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രവാചക ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ആ കഥകൾക്ക് ഖുർആൻ നൽകുന്ന വ്യാഖ്യാനങ്ങളുടെ മൗലികത സൂചിപ്പിച്ചുകൊണ്ട്, അത് മറ്റതുപോലെ പാരമ്പര്യമായിട്ട് വരുന്നതല്ല. ഇതിപ്പോ ഒരു പ്രവാചകനെ, പ്രത്യേകിച്ച് ഖുർആനിൽ ഒരു പ്രവാചകന്റെയും ജീവിതം ഒന്നിച്ചു പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ഒരുമിച്ച് ഒരു ബയോഗ്രഫി പോലെ പറഞ്ഞിട്ടുള്ളത് യൂസുഫ് അലൈഹി സ്വലാമയുടെ ചരിത്രം മാത്രമാണ്. ബാക്കി ഒരു പ്രവാചകന്റെ ചരിത്രം ഒന്നിച്ചു പറഞ്ഞിട്ടില്ല. പലയിടത്തും ചെതറിക്കിടക്കാണ്. അതുപോലെ തന്നെ ഒരേ അധ്യായത്തിൽ തന്നെ പല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സംഗതി വെച്ചിട്ട് പറയുന്നത് വെച്ചാൽ അത് ഖുർആൻ നൽകുന്ന സവിശേഷമായ ഒരു വ്യാഖ്യാനം, അതിന്റെ മൗലികത. ഖുർആൻ ചില ആശയങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രത്തെ അവലംബിക്കുന്നത്. മറ്റേതങ്ങനെയല്ല, മറ്റേത് ചരിത്രം അങ്ങനെ പറഞ്ഞു പോവാണ്. അതൊരു കഥ പോലെ വായിക്കാനേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പാഠം. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അത്തരം വാദങ്ങളെയും അവർ ഖണ്ഡിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എനിവേ, എന്തായാലും പിന്നെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്തും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു അവതരണം നടത്തിയിട്ടുണ്ട്. അരമണിക്കൂറാണ് പറഞ്ഞത്, അരമണിക്കൂർ പൂർത്തിയായിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ഒരു സംസാരവും ചർച്ചയൊക്കെ ആവാം. അസ്സലാമു അലൈക്കും.